പടച്ചോനെ എങ്ങനെ വാസത്തിന്റെ കാര്യം ഏകദേശം ശരിയായി തോന്നുന്നുണ്ട്. അല്ല ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിദൂരത്തേക്ക് നോക്കിട്ട് നിക്കായിരുന്നു. അല്ല നമ്മുടെ പ്ലാവേ എന്താ എത്ര ചെറുതായിരുന്നു ഇപ്പൊ ഭയങ്കര വലുതായില്ലേ. പിന്നെ നിങ്ങൾ അറിഞ്ഞ വയനാട്ടിൽ പോണ്? എവിടക്ക്? വയനാട്ടിക്ക് ഒരു സിദ്ധനെ കാണാൻ പോവാ. ഏത് സിദ്ധൻ? എന്താ ഒരു ഗുഹാനന്ദ സിദ്ധൻ, അങ്ങനെ എന്തോ ഒരു സിദ്ധൻ. അവിടെ പോയിട്ടുണ്ടെങ്കിലേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരൂ, പൈസക്ക് പൈസ, സന്തോഷത്തിന് സന്തോഷവും എല്ലാം. ഇനി അസുഖം ഉണ്ടെങ്കിൽ അതുവരെ മാറ്റിത്തരും. സിദ്ധനാ? പിന്നെ നിങ്ങളും കൂടി ഒന്ന് പോയിട്ട് വാ. എന്തിനാ ഞാൻ പോണത്? ഞാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ എന്താ ഇവിടെ കുഴപ്പം? നമ്മുടെ കുടുംബത്തിൽ യാതൊരു വിഷമവും. അത് മാത്രല്ല എനിക്ക് നല്ല ജോലിയില്ലേ, നല്ല കായ് കിട്ടണില്ലേ, നല്ലൊരു വീടില്ലേ, ജീവിക്കാനും തിരക്കടില്ല. എനിക്ക് നല്ല ഭാര്യ ഉണ്ട്, നല്ല മോനുണ്ട്. പിന്നെ ഇപ്പൊ എന്താണ് നമുക്കൊരു മനപ്രയാസമില്ല. നമ്മളെന്തിനാ പോണത് വെറുതെ? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. വാപ്പല്ല, ഉമ്മല്ല, അതൊന്നും അവർക്ക് തരാൻ പറ്റൂല. അതല്ല, അതൊക്കെ എന്റെ മനസ്സിന്റെ വിഷമല്ലേ. പിന്നെ എന്റെ ഓനാണെങ്കിൽ എന്ത് പഠിച്ചാലും തലേ കയറൂല. കണക്കിന് 2 മാർക്ക്. അപ്പൊ എന്റെ കുട്ടിയുടെ 2 മാർക്കിന്റെ കാര്യം പറയാനായിട്ട് നമ്മൾ വയനാടിന്ന് സിദ്ധനെ കാണാൻ പോകാൻ പറ്റുമോ? അല്ല ഇത് എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? വയനാട്ടിലെന്ന്. വയനാട്ടില് കായൊക്കെ ഞാൻ തരങ്ങളൊന്ന് പോയി. അതല്ല, ഞാന് വയനാട് എന്നൊക്കെ പറഞ്ഞ 2-3 ദിവസം എടുക്കുവേ അവിടെ ഒക്കെ പോയി വരണെങ്കില്. ഈ 2-3 ദിവസമൊക്കെ അന്നെ കാണാണ്ട് ഞാൻ ഇരിക്കേ എങ്ങനെ പറ്റണത്? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാ പിന്നെ ഞാൻ കൂടി വരാം. ഒന്നും വേണ്ട. എന്തിനാ വേർത്ത സിദ്ധന്മാരുടെ അടുത്തേക്ക് ഇഞ്ചു പോണത്? ഒന്നാമത് പെണ്ണുങ്ങളെ കണ്ടാൽ തന്നെ കോപിക്കും സിദ്ധന്മാര്. അതൊന്നും വേണ്ട, അതൊന്നും നടക്കൂല. അങ്ങനെ വേണ്ട. പോവില്ലാന്നല്ല, ഞാനിപ്പോ തിരിച്ച് പറയുമ്പോ എങ്ങനെയാണ് പോവാണ്ടിരിക്കുക? അവിടെ പോയിട്ട് ഒരു കാര്യം മാത്രം പറഞ്ഞാൽ. എന്താണ്? നിങ്ങൾ ദേഷ്യപ്പെടുമ്പോ വിക്ക് വരുന്നുണ്ട്, അതൊന്നും മാറ്റാൻ പറയണം. എന്റെ വിക്കില് എനിക്ക് വിഷമമുണ്ട് അല്ലേ? അങ്ങനെയല്ല ഇക്ക. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോ ഇങ്ങനെ വാക്കുകൾ പറയാൻ പറ്റാതെ കഷ്ടപ്പെടുമ്പോ അത് വിഷമാവൂലേ? പിന്നെ നമ്മുടെ തയ്യക്കടയിൽ തുണിയൊന്നും അധികം വരുന്നില്ല, അതൊക്കെ പറയാലോ. അങ്ങനെയൊന്നുമില്ല, ഞാക്ക് നേരമില്ലാത്ത കാരണം എടുക്കാത്താണ്. എന്നാലും പറയാ. നിങ്ങൾ അത്ര വലിയ ഗമാണെങ്കിൽ പോകണ്ട. അതല്ല രസ കുട്ടിക്ക് അങ്ങനെ പോവാൻ ഇഷ്ടമില്ലാണ്ടല്ലോ. ഞാൻ പോവാ ഇജ്ജ് പറഞ്ഞല്ലേ. മാറ്റാലോ. അതെ, നമ്മുടെ വിക്കിന്റെ കാര്യം പറയാ. വിക്ക് പിന്നെ കുട്ടിയുടെ പരീക്ഷക്ക് 2 മാർക്കിന്റെ കാര്യം പറയാ. എനിക്ക് സമാധാനം ഒക്കെ പറയാ. വിക്ക് എന്റെ ജീവിതത്തിൽ മാറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ എന്റെ മുമ്പിൽ പിടിച്ചേക്കണത്. അല്ല റബ്ബേ, ഇതൊക്കെ ശരിയാക്കി തരണേ. പഠിച്ചവനോട് ദുആ ചെയ്യാ ഞാനേ. അവിടെ സിദ്ധന്റെ അടുത്ത് പോയിട്ട് അല്ലേ? ഞാൻ പോവാ. എന്റെ അപ്പുറത്തോളം ഞാൻ മണക്കൂലേ. പാസുട്ട കാര്യം എന്തായിന്നോട്ടെ. എനിക്കെങ്ങനെ മനസ്സിലായത്? എടി, ഞാൻ ഇച്ചായനോട് ചോദിച്ചു ഈ സിദ്ധനെ എങ്ങനെയാ പരിചയപ്പെട്ടേന്ന്. അപ്പൊ ഇച്ചായൻ പറഞ്ഞത് ഇച്ചായന്റെ ഒരു പഴയ പരിചയക്കാരനുണ്ട്, മംഗലത്തിച്ചായനെന്നാ വിളിക്കുന്നത്. അങ്ങ് തിരുവല്ലയിലെ മറ്റുമാണ് താമസിക്കുന്നത്. ഈ പുള്ളിയാണ് ഈ സിദ്ധനെ പരിചയപ്പെടുത്തി കൊടുത്തതെന്നാ പറഞ്ഞേ. ഇത് കേട്ടപ്പോഴേ എനിക്കൊരു ടൈപ്പ് മണപ്പതാ. എന്നാലും നിനക്ക് എങ്ങനെ മനസ്സിലായിടി? എന്റെ അല്ലേ ഇച്ചായൻ ഫുള്ള് കള്ളത്തരവാ കയ്യില്. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പഴയൊരു പരിചയക്കാരനുണ്ട്, എൻ്റെ ഒരു ബന്ധുവാണ്. ഈ പുള്ളിനെ വിട്ടിട്ട് ഈ മംഗലത്തിച്ചായൻ്റെ നമ്പർ കണ്ടുപിടിച്ചു. എന്നിട്ട് പുള്ളിയെ നൈസായിട്ടൊന്ന് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു സിദ്ധനെ പരിചയമുണ്ടോ, എൻ്റെ ഇച്ചായൻ വിളിച്ചിരുന്നോ എന്താന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു സിദ്ധനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടുമില്ല, ഇതുവരെ ആരും പറഞ്ഞു പോലും കണ്ടിട്ടില്ല. അത് മാത്രമല്ല, എൻ്റെ ഇച്ചായൻ പുള്ളിനെ ഇതുവരെ വിളിച്ചിട്ടില്ല, വർഷങ്ങളായെന്ന് വിളിച്ചിട്ട്. കള്ളത്തരാണ്. ഇതേടെ ഞാൻ തുടക്കം മുതൽ പറഞ്ഞിരിക്കുന്നത് മൊത്തം കള്ളത്തരവാ ഇവരുടെ കയ്യില്. അതങ്ങനെ വിട്ടാ പറ്റില്ല. അയ്യോ, നീ എവിടെ പോന്ന്? പിന്നെ മൂപ്പരോട് ചോദിക്കണ്ടേ? ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുവാണോ? അങ്ങനെ ഇപ്പൊ പോകണ്ട. എന്റെ റസിയ, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മള് മണ്ടികളായി പോയില്ലേ? നമുക്കും ചില കളികളൊക്കെ അറിയാമെന്ന് അവരെ കാണിച്ചു കൊടുക്കണ്ടേ? അത്ര തന്നെ. അതിനിപ്പോ എന്ത് ചെയ്യും? ഇവര് പോവാതിരിക്കാൻ വേണ്ടി തടയാനായിട്ട് ഒരു ഐഡിയ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ അങ്ങോട്ട് ഞാൻ മാത്രം ആലോചിച്ചാൽ മതിയോ? ഐഡിയ ഒന്നുമില്ല.
അയ്യോ, എന്നാ പിന്നെ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. പക്ഷെ അമ്മയൊന്നും അറിയരുത്. ഇവര് പോവാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങണതിന് മുമ്പേ നിങ്ങൾ രണ്ടുപേരും സാരിയെ കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കണം. അപ്പൊ ഇവര് വിചാരിക്കും ഇവര് യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണെന്ന്. ഏട്ടൻ അപ്പോഴേ ചോദിക്കും എന്തിനാ റെഡി ആയിട്ട് നിൽക്കുന്നത്. എടി, നിങ്ങൾ അങ്ങനെ അഭിനയിച്ചാൽ മതി. അവരെ യാത്ര അയക്കാൻ പോകുന്ന പോലെ ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ നിന്നാ മതി ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇവര് പോകുന്നതിന് മുമ്പേ ആയിട്ട് നീ വാസുവേട്ടനോട് പറയണം നീയും വരുന്നെന്ന്. അപ്പൊ വാസുവേട്ടൻ പ്രശ്നമാക്കും. അപ്പൊ നീ വരണം. നീ വന്നിട്ട് നീ ഇക്കയോട് പറയണം നീയും വരുന്നെന്ന്. അപ്പൊ മൊത്തം പ്രശ്നമാവും. അപ്പൊ അവരെ തടയാൻ വേണ്ടിയിട്ട് കുറേ ഉടായ്പൊക്കെ പറയും. അവർ പറയും സിദ്ധൻ പെണ്ണുങ്ങളെ കയറ്റൂല, അകത്ത് പെണ്ണുങ്ങളോട് സംസാരിക്കൂല എന്നൊക്കെ പറയണം. അപ്പൊ നിങ്ങൾ എന്തു പറയും? എന്തു പറയണം? ഇനി അത് ഞാൻ പറഞ്ഞു തന്നോ? നിങ്ങൾ പറയണം നിങ്ങൾക്ക് സിദ്ധനെ കാണണ്ട, നിങ്ങൾ പുറത്ത് നിന്നോളാന്ന്. അത് പറയാട്ടോ, അത് പറയാം. അപ്പൊ ഇവരെന്ത് മറുപടി പറയണോ നമുക്കറിയണം. അപ്പൊ ഈ ആദ്യം തടയണോ, പിന്നെ ഞാൻ വരും, പിന്നെ ആകെ പ്രശ്നമാക്കണം. ഇവര് പോകുന്ന തടയണം. ഇവരുടെ മൊത്തം കളിയും നമുക്ക് പൊളിക്കണം. പൊളിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ.